പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡുകൾ ബിജെപിക്കാർ നശിപ്പിച്ചതായി പരാതി. 42ാം വാർഡ് സ്ഥാനാർത്ഥി വിനോദ് പട്ടിക്കരെയാണ് പോലീസിന് പരാതി നൽകിയത്. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ബിജെപി വ്യക്തമാക്കി. പാലക്കാട് നഗരസഭയിലെ 42ാം വാർഡ് സ്ഥാനാർത്ഥി വിനോദ് പട്ടിക്കരയുടെ പ്രചരണ ബോർഡുകളും പോസ്റ്ററുകളുമാണ് നശിപ്പിക്കപ്പെട്ടതായി പരാതിയുള്ളത്. വാർഡിൽ സ്ഥാപിച്ച 5ഓളം ഫ്ലക്സ് ബോർഡുകൾ ബിജെപി പ്രവർത്തകർ നീക്കം ചെയ്തതായും മറ്റു ചിലത് കീറി നശിപ്പിച്ചതായും വിനോദ് പട്ടിക്കര ആരോപിച്ചു. ഇതിനു പുറമെ വാർഡിൽ പ്രചരണം നടത്തുന്നതിന് ഭീഷണിയുണ്ടെന്നും തന്റെ പ്രചരണ വാഹനം ചിലയിടങ്ങളിലേക്ക് കടത്താൻ അനുവദിക്കുന്നില്ലെന്നും വിനോദ് ആരോപിച്ചു. പെർമിഷനോടെ ചെയ്യുന്ന ഈ പ്രചരണ വാഹനം ഷെൽവി നഗർ മേഖലയിൽ പോയപ്പോൾ അവിടുത്തെ ഇവിടെ നിലവിലുള്ള കൗൺസിലറിൻ്റെ പാർട്ടിയിലുള്ള ആൾക്കാർ അവിടെ വണ്ടി തടയുകയും അവിടെ വരാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ മാത്രം കോട്ടയാണ്, വേറെ ആരും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. എന്നാൽ ആരോപണം നിഷേധിച്ച ബിജെപി കോൺഗ്രസുകാർ തന്നെയാണ് ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചതിന് പിറകിലെന്നും എന്നിട്ട് കുറ്റം ബിജെപിയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രതികരിച്ചു. ഫ്ലക്സ് സ്വന്തമായി തന്നെ കീറിയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റർ ചീന്തിയിട്ടോ ഇത് ബിജെപിയുടെ മേലെ, ബിജെപി കഴിഞ്ഞ 10 വർഷമായിട്ട് ബിജെപിയുടെ കൂടെയുള്ള ഈ വാർഡിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തേണ്ടതില്ല. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി പാലക്കാട് നോർത്ത് പോലീസിന് പരാതി നൽകി. റിപ്പോർട്ടർ, പാലക്കാട്.